നോക്കിക്കളിയും. ആ അല്ലെ മിനിഞ്ഞാന്ന് നമ്മുടെ 2 വീലർ വിൽക്കണല്ലേ സെക്കൻഡ് ഹാൻഡ് നാസർ, അവന്റെ വീട്ടിൽ മോഷണം നടന്നു. ഞാൻ അറിഞ്ഞ രാത്രിയല്ലേ? ഇത് പകല്. പകലാണോ? പകല്. ഓ ഇപ്പൊ പകലിങ്ങനെ സംഭവിച്ചാ പിന്നെ ഇപ്പൊ എന്ത് ചെയ്യും? അല്ല അവിടെ ആളില്ലായിരുന്നു. ആളിപ്പോ ഈ മക്കള് രണ്ടാളും പണിക്ക് പോവുകയുള്ളോ, പിന്നെ പെണ്ണുങ്ങളില്ലല്ലോ മൂപ്പർക്ക്. ഒറ്റയ്ക്കാ. മൂപ്പർക്കാണെങ്കിൽ ശരിക്കും കണ്ണും കാണൂല, ചെവിടും കേൾക്കൂല. അല്ല മൂപ്പിലാന് കുഴപ്പമില്ല ഉണ്ടോ? നമ്മ പോയി നോക്ക. എന്താ സ്വർണ്ണവും കുറച്ച് പൈസ ഒക്കെ പോയിട്ട് കേട്ടിക്കണം അതല്ലേ. ഇതിപ്പോ ഇങ്ങനെ പകലൊക്കെ മോശം നടക്കണ നമ്മളെ പഞ്ചായത്തിൽ ആദ്യമായിട്ടാ. ഇപ്പൊ നമ്മളെവിടെ ആദ്യമായിട്ടാണ്. പക്ഷെ കഴിഞ്ഞ ആഴ്ച ഇത് കൊല്ലത്ത് നടന്നു. കൊല്ലത്ത് എന്റെ പുഷ്പവല്യമ്മ ഉണ്ടല്ലോ, വല്യമ്മയുടെ വീട്ടിൽ ഒരുത്തൻ രാവിലെ ആയപ്പോ കുറെ സാരിയൊക്കെ ആയിട്ട് വന്നു. പിള്ളേരൊക്കെ പഠിക്കാൻ പോയേ. ഇവൻ ഈ സാരി എല്ലാം കൊണ്ട് ഹിന്ദിക്കാരനാ. ഇവിടെ അമ്മ ഏതേക്കെന്ന് പറഞ്ഞു. വല്യമ്മ സാരി നോക്കണതിന്റെ ഇടയിൽ ഇവൻ കഴുത്തി കിടന്ന് മാല പിടിച്ചിട്ട് ഒറ്റ പോക്ക്. കള്ള ഹിമാർ. എത്ര പാവം പോയി? അതല്ലേടെ ഒരു ദിവസം സംഗതി മുക്കുകൊണ്ടായിരുന്നു. ഇവ ഓർണന്റെ ഇടയിൽ ഈ സാരി എവിടെ ഇട്ടിട്ട് പോയി. അപ്പൊ വല്യമ്മക്ക് ലോട്ടറി അടിച്ചു. കുടുംബക്കാർക്ക് മുഴുവൻ വിതരണം ചെയ്തിട്ടുണ്ടാവും സാരി. അതൊന്നുമില്ല. വല്യമ്മ ഇപ്പൊ ആ സാരി വിൽക്കാനായിട്ട് അവിടെ എല്ലാം നടക്കുന്നു. നമുക്ക് സുധേട്ടടുത്ത് പോയി വെക്കാം. അപ്പൊ വിവരെന്തെന്ന് അറിയണ്ടേ? സുധേട്ടോ പൂട്ടിക്കിടക്കണല്ലോ. സുധേട്ടോ സുധേട്ടോ കൊയ്തു മെമ്പറാണ് അനുമോദനം. സുധേട്ടാ തുറക്കണ്ട്. പരിചയമില്ലാത്ത ആരെങ്കിലും അടുന്ന് കരുതിയിട്ടാണ്. വാ അല്ലെങ്കിൽ വേണ്ട, അവിടെ നിന്നാ മതി. എങ്ങടേക്കാ പോണത്? എങ്ങടും പോണില്ല. അതെ, ഒരു നിമിഷം മതി എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല. പേടിയാണോ? കുടുംബത്തിരിക്കാൻ പേടിയാ. അല്ല സുധേട്ടാ, എന്താ യഥാർത്ഥത്തിൽ ഉണ്ടായത്? എന്തെന്നെ ഉണ്ടാവാൻ, എല്ലാം പോയില്ലേ. നിങ്ങള് വാതിലൊക്കെ തുറന്നിട്ട് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും അല്ലേ? ഉറങ്ങിയതല്ലടോ, ഉറക്കിയതല്ലേ. ഉറക്കി? ആ. എങ്ങനെ? എന്റെ മെമ്പറെ, ഞാൻ എന്നത്തെയും പോലെ 10 മണിക്ക് കഷായം കഴിച്ചു ഇവിടെ വന്നിങ്ങനെ ഇരിക്കുക. അപ്പൊ ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ പറ്റില്ല, ഒരു പെൺകുട്ടി കയ്യിലൊരു ബാഗൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നു. എന്നിട്ടാ ഇവിടെ അങ്ങോട്ട് ഇരുന്നു. എന്താ അപ്പൂപ്പാന്നൊരു വിളിയ. ചെന്നൈയിലുള്ള എന്റെ മോള് വിളിക്കണ പോലെ തോന്നി. എന്റെ കുട്ടിയെ എങ്ങനെ വെറുതെ ഇരിക്കണൂന്ന് പറഞ്ഞു ഞാൻ. അപ്പൊ പറഞ്ഞു ഞാൻ ഈ പുൽത്തൈലൊക്കെ വിൽക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊന്നും വേണ്ട, ഞാൻ പഴയ ആളല്ലേ. പക്ഷെ എന്നാലും പറഞ്ഞു എന്റെ കുടുംബം അങ്ങനെ കഴിയ ആളാണ്, അപ്പൂപ്പ എന്തെങ്കിലും ഒന്ന് മേടിക്കണം. അപ്പൂപ്പാനും പറഞ്ഞിട്ട് എന്റെ കൈ കയറി പിടിച്ചു. അപ്പൂപ്പാന്ന് വിളിച്ചു കഴിഞ്ഞാൽ മനസ്സല്ലാണ്ട്. എന്നിട്ട് ഇത് എത്ര അത്ര ഉള്ളൂ ഒരു കുപ്പി. അത് തുറന്നിട്ട് എന്റെ ഇവിടെ ഇങ്ങനെ തേച്ചെന്നിട്ടൊന്ന് മണത്തോക്കാൻ പറഞ്ഞു. മണണ്ട മണ എവിടുന്ന് അറിയണ? ഞാൻ അങ്ങനെ കൊണ്ട് നാക്കിയത് ഓർമ്മയുള്ളൂ മെമ്പറേ. പിന്നെ നീറ്റ് നോക്കുമ്പോ ഇവിടെ ഇങ്ങനെ കിടക്ക. ഞാനെന്താ ഇവിടെ കിടക്കണ്? ആ പെണ്ണവിടെ എന്ന് പറഞ്ഞു. വാച്ചിന് സമയത്തായി നോക്കിയപ്പോ വാച്ച് കാണാനില്ല. അപ്പൊ കഴുത്തിന് തപ്പി നോക്കിയപ്പോ ചെയിനും കാണാനില്ല. അയ്യോ എന്താ പോയി പെണ്ണിനും കാണാനില്ല. എന്താ കഴിച്ചിട്ട് ഞാൻ പാട് പറ്റിട്ട് വേഗം അകത്തേക്ക് ഓടി നോക്കിയപ്പോ എന്റെ മോന് ബാങ്കിൽ അടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ ഒരു 10-40,000 റുപ്യ കൊണ്ടുപോകാനല്ലേ എന്ന് കരുതിയിട്ട് ഞാൻ ആ മേശയുടെ മുകളിൽ വെച്ചതാ. അതും കാണാനില്ല. അപ്പൊ ഞാൻ നേരെ അകത്തേക്ക് ഓടി. ഇത് നോക്കുമ്പോഴോ അലമാറ തുറന്നു കിടക്കണു. അതിലുണ്ടായിരുന്ന സ്വർണ്ണവും കാണാനില്ലടോ. ഈ ഇവിടെ കടന്നപ്പോ കള്ളനല്ല. എന്താണോ ഈ പറയണത്? കള്ളത്തിയല്ലേ, പെൺകുട്ടിയല്ലേ എടുത്ത്? കള്ളി. ആ കള്ളി അതല്ല നിങ്ങൾ ഉദ്ദേശിച്ചത്. ഇതും പോണ നാട്ടിൽ ആദ്യമായിട്ടല്ലോ കള്ളന്മാർ കയറുന്നല്ലേ നമ്മൾ കേൾക്കണുള്ളൂ. എന്റെ ജീവിതത്തിൽ ഇത് ആദ്യമായിട്ടാ. എങ്ങനെ സംഭവിക്കാതിരിക്കും? ഓരോ ദിവസം അന്യനാട്ടിൽ നിന്ന് ആൾക്കാർ ഇങ്ങനെ വന്നോണ്ടിരിക്കല്ലേ നമ്മളെ നാട്ടിൽ. അത് പറയട്ടിരിക്കും. എന്തെങ്കിലും ഒരു കളവ് പോയി കഴിഞ്ഞാൽ അപ്പൊ പറയും ബംഗാളിൽ നിന്ന് വന്നവരാണ്, തമിഴ്നാട്ടിൽ നിന്ന് വന്നവരാണ്. അങ്ങനെ അവരെ കുറ്റപ്പെടുത്തരുത്. ഇത് കേരളത്തിലുള്ളവരാ, നല്ല മലയാളം പറയുന്ന കുട്ടികൾ. അത് സുധേട്ടാ, അവരൊക്കെ വന്ന 2 ദിവസം കൊണ്ട് മലയാളം പഠിക്കുന്നേ. പഠിച്ച മലയാളവും ജനിച്ചപ്പോ മുതൽ അറിയണ മലയാളം കേട്ടാലൊക്കെ നന്നായിട്ട് അറിയാം. നല്ല മലയാളി കുട്ടിയാ. അല്ലാണ്ട് മക്കളറിഞ്ഞോ? അറിഞ്ഞോ? അതല്ല ഏറ്റവും വലിയ കാര്യം. എന്നാ ഈ വാച്ചിനൊക്കെ കൊണ്ടുപോയ സമയത്ത് മോൻ എന്റെ അടുത്തൊരു ഫോൺ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞില്ല അവർക്ക്. അതുകൊണ്ടില്ല 12 മണിക്കൂർ കൂടുമ്പോ ഓഫീസിൽ നിന്ന് വിളിച്ച് തെറിയാണോ. പണ്ടും പോയ ഭക്ഷണം വന്ന അപ്പൊ ഫോണിൽ കൂടെ തെറി പറഞ്ഞു. പോലീസിൽ അറിയിച്ചോ നിങ്ങള്? അല്ല, അതിലും വലിയ വിളിച്ചു പറഞ്ഞ വഴിക്കൊരു പോലീസ് ജീപ്പ് ഇങ്ങോട്ട് വന്നു. എസ് ഐ 3-4 പോലീസ് കിട്ടും പട്ടാന്ന് ഇറങ്ങി ഒക്കെ നോക്കിയിട്ട് നേരെ അകത്തേക്ക് കയറിയിട്ട്
ഞാൻ ഈ തോട്ടത്തിൽ വെച്ച നേന്ത്രക്കൊല്ല ആ ഒരു കൊല പഴം മുഴുവൻ 4 എണ്ണം എന്നിട്ട് നാരങ്ങ വെള്ളം കലക്കിയിട്ട് വേണം എന്നൊക്കെ പറഞ്ഞു. മോശന് പോയത് കിട്ടുമല്ലോ എന്ന് കരുതി ഒക്കെ കൊടുത്തു ഞാൻ. എന്നിട്ട് പോവാൻ നേരത്ത് പറയാം ഈ പെണ്ണിനെ കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടിയ അല്ലെങ്കിൽ ഈ പെണ്ണിനെ കണ്ട സ്റ്റേഷനിൽ അറിയിക്കും, ഞാൻ അറസ്റ്റ് ചെയ്തോളാം. അതിന് പോരുവാണ് ഇതാണ് നമ്മുടെ പോലീസ്. അല്ല ഇവിടെ ഒരു പട്ടി ഉണ്ടായിരുന്നല്ലോ സുധേട്ടാ നേരത്തെ. അതിന്റെ കഥ പറയാതിരിക്കല്ലേ. അച്ഛൻ പെടങ്ങനെ ഇരിക്കണ്ടല്ലോ, എന്തിനാ തിന്നാൻ കൊടുത്തൊരു പട്ടീനെ വളർത്തുന്നു പറഞ്ഞിട്ട് അതിനെ മൂത്ത മകൻ നേരെ ഭാരതപ്പുഴയുടെ തീരത്ത് കൊണ്ടേ വിട്ടു. ഇപ്പൊ എന്താ പറയുന്നത്, പട്ടി ഉണ്ടായിരുന്നു ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നല്ലോ. പട്ടീനെ കൊണ്ടുപോയി നഷ്ടമായി. നോക്കിയിട്ട് കാര്യം എന്തായാലും നിങ്ങളെ ജീവൻ തിരിച്ചു കിട്ടിയല്ലോ, അത് കിട്ടിയല്ലോ. എന്താ മെമ്പറെ, എന്താ നമ്മുടെ നാട്ടിലെ സ്ഥിതി ഇങ്ങനെയേ ചെയ്യാ? ഇന്നാളെ SIനെ കണ്ടീനി. അപ്പൊ SI പറഞ്ഞ് പല തരത്തിലുള്ള മോഷണങ്ങളാണ് ഇപ്പൊ നടക്കണേ. നമ്മള് വിചാരിക്കുന്ന രീതിയിലൊന്നല്ല. അപ്പൊ ഓർക്കാണെങ്കിൽ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. എങ്ങനെ ആളെ പേടി പിടിക്കാന്ന് അറിയില്ല അവർക്ക്. അങ്ങനെയൊക്കെ പറഞ്ഞോട്ടെ. കിട്ടിയോ? ഹലോ, ആ മൊയ്തു മെമ്പറാണ്. കള്ളന് കിട്ടിണ്ടാവും. മനോജ് വക്കീലിന്റെ മതിലുമല്ലോ ആണോ? ആ ശരി, ഞാൻ അപ്പൊ വരാം, ഞാൻ അങ്ങോട്ട് വരാം. ആ സ്പോട്ടിലേക്ക് എത്തിക്കോളാം. എന്താ നമ്മളെ മനോജ് വക്കീലിന്റെ മതിലിന്റെ മേലെ ആരോ ഒരു ചിഹ്നം പറിച്ചിരിക്കണം. അവിടെ ഒരു മോശം ആൾക്കാരൊക്കെ കൂടിക്കണം പോലെയാണ്. അയാളവിടെ പോയി നോക്കട്ടെ. അല്ലേ, രണ്ടാളും കൂടി പോണോ? അതെ, അതല്ല, ഒരാൾ ഇവിടെ നിന്നാ ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണല്ലോ, പേടിക്കാണ്ടിരിക്കാലോ. സൂര്യാട്ടാ ഇവിടുന്ന് പോവാനുള്ളതൊക്കെ പോയില്ല, എന്നെ എന്താ പോവാനുള്ളത്? നിങ്ങളവിടെ ഇരുന്നോളി. നല്ലൊരു കാര്യം ചെയ്യും, വീട് പൂട്ടി നിങ്ങൾ നമ്മളോട് പോര്. അതാണല്ലേ. അത് വേണ്ട, അതെ, തിരിച്ചു വരുമ്പോഴേ ഈ വീട് ആരെങ്കിലും എടുത്തോണ്ട് പോയാലോ? നമുക്ക് പിന്നെ പോലീസ് പെടുത്ത കേസെങ്ങാനും അന്വേഷിക്കുമ്പോ അത് തമിഴത്തി കുട്ടിയാണ് അല്ലെങ്കിൽ ബംഗാളി കുട്ടിയാന്നൊന്നും പറയണ്ട, അസൽ മലയാളി പെണ്ണാന്ന് തന്നെ പറയണം. ശരി, കള്ളത്തി അവള്. അല്ല സുമേഷ് ചേട്ടാ, ഇതാണത്? അമ്മതാ, ഇത് അവിടെ കണ്ടത് തന്നെ കേട്ടോ. ഇതിപ്പോ നീലല്ലേ? നീല എന്ന് പറഞ്ഞ പച്ച. എന്താണ് പറഞ്ഞ നീലെന്ന് പറഞ്ഞ പച്ച? അല്ലടോ, നീല എന്ന് പറഞ്ഞ പച്ച സിഗ്നലാണ്. പച്ച സിഗ്നൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കുഴപ്പമില്ല, മുന്നോട്ട് പോയിക്കോളി, ഉസാറാണെന്നുള്ള ഒരു കുഴപ്പമില്ല. അതാണ് ഈ നീലേന്റത്. ചില മതിലിന്റെ മേലെ കറുപ്പോണ്ട് ഒരു പര വരയ്ക്കൂ, വൃത്തോ. അതെന്താണെന്നറിയോ? അത് ചുവപ്പ്. ചോപ്പ് പുടിട്ടി. അപകടം. അവിടെ കയറുന്ന അവിടെ കയറിയ കുലുമാലാന്നാണ്. അപ്പൊ ഇവരുടെ അടുത്ത് എല്ലാ കളറും ഉണ്ടാവുമല്ലേ ഇത് വരയ്ക്കാനുള്ള? എല്ലാ കളറും ഉണ്ടാവൂടോ. അല്ല, അപ്പം മെമ്പർക്ക് ഇത്ര കൃത്യമായിട്ട് അറിയുന്നത് എങ്ങനെയാണ്? അതിന്റെ നിങ്ങളൊരു സംശയത്തോടെ ചോദിക്കണത്? എനിക്കും തോന്നി അങ്ങനെ സംശയം. പറഞ്ഞു വന്നപ്പോ എനിക്കും തോന്നി, എല്ലാവർക്കും തോന്നി. എനിക്കും തോന്നി. അല്ല, ഇതിപ്പോ സംശയം എല്ലാവർക്കും തോന്നുമ്പോ എനിക്ക് തോന്നണമല്ലോ. അതെ, ഇവിടുത്തെ സ്ഥലം SIനെ കണ്ടപ്പോ SI ആണ് ഇക്കാര്യം മുഴുവൻ നമ്മളോട് പറഞ്ഞത്. ഇങ്ങനെ അടയാളം ഇട്ടിക്കണ കാര്യോ അതൊക്കെ നിങ്ങൾക്ക് പുതിയ അറിവല്ലത്. അപ്പൊ പകൽ വന്ന് ഇതുപോലെ വരച്ചു വെക്കുക, രാത്രി വന്ന് മോഷണം. അല്ല, അപ്പൊ ഇത് രണ്ടും ഒപ്പം ചെയ്തൂടെ അവർക്ക്? ഏത് വരക്കലും മോഷണം രണ്ടു സമയം? മോനെ, ഒരു ഇത് ഭയങ്കര പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്ന സംഭവമാണ്. നിജമായിട്ട് അത് കൊളാക്കണ്ട. നമ്മതാ, ഈ മനോജ് വക്കീൽ ഇവിടെ ഇല്ലാണ്ടായിട്ട് 3 മാസമായി. ഇത് കള്ളന്മാർക്ക് നല്ല നിശ്ചയുണ്ട്. അതുകൊണ്ടാണ് ഒരു ഇവിടെ തന്നെ ഇത് പറിച്ചേ. വേറെ എവിടെ ഉണ്ട് പറഞ്ഞേ? ആ നമ്പ്യാർ വീട്ടില്. നമ്പ്യാർ ഇവിടെ ഇല്ലല്ലോ. നമ്പ്യാർ കുറെ കാലമായിട്ട് സ്വർണ്ണൂർ മോളെ അടുത്തല്ലേ, അവിടെ നീലുണ്ടാ പറിച്ചത്? കറക്റ്റ്. അത് ഈ വരച്ചേക്കണേൽ ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ എന്താണെന്ന്? എന്താണ്? അതായത് ആ വട്ടത്തിനകത്ത് ഒരു 6 കാല് കാണണില്ലേ? ഈ 6 കാല് എന്താണെന്നറിയാമോ? അതിന്റെ നടുക്കിരിക്കുന്നതാണ് വീട്. ഈ വീട്ടിൽ നിന്ന് 6 കാലെന്ന് പറയുന്നത് 6 വഴികളാണ്. എന്തേലും അപകടം ഉണ്ടായോ ഈ 6 വഴി കൂടെ ഓടി രക്ഷപ്പെടാം. എനിക്ക് തെറ്റി മമ്മതാ. അങ്ങനെയല്ലേ? നടുവിലുള്ള വീടല്ലേ? ഈ 6 കാലുണ്ടല്ലോ, ഈ 6 കാലിൽ കൂടെ വീട്ടിലേക്ക് പ്രവേശിക്കാന്നുള്ളതാണ്. 6 വഴിയുണ്ട് വീട്ടിലേക്ക്. ഇതല്ലേ ഞാനും പറഞ്ഞ മെമ്പർ. ഈ ഓടി കഴിച്ചിലാവുന്ന കാര്യമല്ല പറഞ്ഞു. നമ്മൾ 6 ബൈക്കോടും വീട്ടിലേക്ക് വരുന്ന കാര്യമാണ് പറഞ്ഞേ. അതിനല്ലേ ഞാനും പറഞ്ഞേ. നിങ്ങൾ രണ്ടാള് പറയണ ഒന്ന് തന്നെയാണ്. അതാണ്. അതന്നെ. ഇനിയിപ്പോ വൈകിക്കണ്ട, പോലീസിനെ അറിയിക്കണ്ടേ? പോലീസിനെ ഞാൻ അറിയിക്കാം. പോലീസിനെ അറിയിക്കുന്നതിന് മുമ്പ് നമ്മളെ പഞ്ചായത്തിലെ ആണുങ്ങൾ മുഴുവൻ ഒന്ന് സംഘടിക്കണം. അത് വേണം. അതായത് നമ്മളൊരു സ്ക്വാഡായിട്ട് രാത്രി നീങ്ങണം. സോഡയായിട്ടാ?
സോഡ അല്ല സുമേഷ് ചേട്ടാ, സ്ക്വാഡ് ഗ്രൂപ്പായിട്ട് ഗ്രൂപ്പ് 2 സ്കോഡാക്കാം. 2 സ്ക്വാഡാക്കാം. അപ്പോ വീട്ടിലെ കുറച്ചും തുപ്പിയും കുത്തിരിക്കല്ലേ, രാത്രി ഇങ്ങോട്ട് പോരുക. ഉള്ള വയസ്സന്മാരെ മുഴുവൻ നിങ്ങൾ സംഘടിപ്പിക്കണം. മധ്യവയസ്കന്മാരെ കാര്യങ്ങൾ നോക്കണം. പിന്നെ ഹരി അന്റെ കൂട്ടുകാരെ ഒക്കെ കൂട്ടിട്ട് നീ പറഞ്ഞു. ഒക്കെ ഞങ്ങൾ എല്ലാവരും സംഘടിപ്പിച്ചു. 7 മണിക്ക് എല്ലാവരും ഇവിടെ എത്തിയത്. നമുക്ക് സുഗതന്റെ വീട്ടിൽ ഒന്നുകൂടി പോണ്ടേ? സുഗതന്റെ വീട്ടിൽ എന്താണ്? അപ്പൊ അതറിഞ്ഞില്ലേ നിങ്ങള്? സുഗതനെ മയക്കിട്ട് ഒരു പെണ്ണ് പോയി കഴിഞ്ഞില്ലേ? സുഖം പെണ്ണിനെ മയക്കിട്ട് പോയാ? സുഗതൻ പെണ്ണിനെ മയക്കി കൊണ്ടതല്ല, സുഗതനെ മയക്കി കടത്തിയിട്ട് ഒരു പെണ്ണ് പോയി കാഞ്ഞി. അതെ, ആ പ്രേമോണ. പ്രേമോ? മണ്ണാക്കട്ടെ. സുഗതനെ മയക്കി കിടത്തിയിട്ടേ കച്ചവടത്തിന് വന്നൊരു പെണ്ണ് വീട്ടിലെ സ്വർണവും പണം എടുത്ത് മുങ്ങിന്ന്. ആഹാ, അതാ നേരെ പിന്നെ പറയണ്ടേ. ഓ, ഇപ്പോഴാണ് ട്യൂബിലേറ്റ് കത്തിയത്. പോവാ. അല്ല മെമ്പറെ, ഇപ്പൊ ഇതിനകത്ത് വേറൊരു സംഭവം കൂടെ എനിക്ക് കണ്ടെത്താൻ പറ്റി. എന്താണ്? അല്ല, അത് ഈ ഒരു വട്ടം ഉണ്ടല്ലോ, ഈ 6 കാലിനൊരു വട്ടം. ആ വട്ടം എന്താണെന്ന് അറിയാമോ? വട്ടം എന്താ നിങ്ങക്ക് മനസ്സിലായില്ല? ഇല്ല. വട്ടം എന്ന് പറഞ്ഞാൽ ചുറ്റുവട്ടം. ചുറ്റുവട്ടത്താണ് കളി. മറിമായം. മമ്മി 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 ഒന്നിങ്ങോട്ട് നോക്ക്. എന്താ ഇത് നോക്ക്. ദേ ഇതൊന്ന് നോക്ക്. ഈ 2 കണക്ക് ഭയങ്കര പാട്. ദേ നോക്ക്. ഇതാ ടാബ് എടുത്ത് വെച്ച് നോക്കാം. എന്തുവാ മമ്മി ഇത്? ദേ ഇത് ഇത്ര ഞാൻ ചെയ്തില്ലേ? എന്താടി? പിന്നെ ഒന്ന് പറഞ്ഞതായത്. ദേ 2 എണ്ണം ഉള്ളൂ. അമ്മു ഞാനിവിടെ ഒരു കാര്യം ചെയ്തോണ്ടിരിക്കണ മമ്മി കഷ്ടമാണ് മമ്മി. മമ്മിക്ക് ഇതൊന്ന് പറഞ്ഞു തന്നാൽ എന്താ? പോയി ടാബ് എടുത്ത് വെച്ച് നോക്കടി. ആ എനിക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെ. ചെല്ലടി. എന്താ? അത് ശരി, നീ ഇവിടെ വന്നിരിക്കണ? ഭയങ്കര തലവേദന. ചായ എടുത്തിണ്ടെന്നേ. ചായ കിച്ചണിലുണ്ട്. എന്ത്? ചായ കിച്ചണില് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് എടുത്തുകൊണ്ട് വന്ന് തരാനാണ് നിന്നോട് പറഞ്ഞത്. എന്റെ പ്യാരി, നിങ്ങൾക്കൊന്ന് പോയി എടുത്ത് കുടിച്ചൂടെ? എടി, അത് നിനക്ക് പോയി എടുത്തുകൊണ്ട് വന്നാൽ എന്താ? നിനക്ക് എന്താ ഇവിടെ പണി? ഞാനിവിടെ ഒരു കാര്യം ചെയ്തോണ്ടിരിക്കണ കണ്ടില്ലേ? പിന്നെ നീ മലമറിക്കാണല്ല. ഞാനെന്താ എനിക്ക് ചാറ്റ് ചെയ്യാൻ പാടില്ലേ? കൊറേ നാളായി ഞാൻ കാണുന്ന രാവും പകലുമില്ലാതെ നിന്റെ ഈ ചാറ്റിങ്. ആരോടാടി ഇത് ഈ ചാറ്റണത്? ഞാൻ ചാറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമല്ലായിട്ടുള്ളൂ. നിങ്ങൾ തുടങ്ങിയിട്ട് കുറെ വർഷമായില്ലേ? അത് ശരി, ഞാൻ ചെയ്യണൊക്കെ നിനക്ക് ഒപ്പത്തിനൊപ്പം ചെയ്യണം. ഞാൻ ചാറ്റുണ്ടെങ്കിൽ അതെന്റെ സുഹൃത്തുക്കളോടും എന്റെ ഓഫീസിലെ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടാണ്. നിനക്കിപ്പോ എന്താ പുതിയ ചാറ്റിങ്? എന്താ നിങ്ങൾക്ക് ആവാം, എനിക്ക് ആവാൻ പാടില്ല, അങ്ങനെയാണോ? അത് കൊള്ളാലോ, നല്ല പോളിസി ആണല്ലോ. എന്നാ നീ ഒരു കണ്ണടയും കൂടി എടുത്തു വെച്ചിട്ട് ഫെമിനിച്ചാകടി, എന്നോട് കളിക്കല്ലേ. ഞങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അപ്പൊ ഫെമിനിസം, മറ്റേ മറിച്ച നീ അധികം വർത്താനം പറയാൻ നിൽക്കണ്ട. നീ ഉള്ള ചായ എടുത്തുണ്ടോ? ഞാൻ അപ്പുറത്തുണ്ടാവും. പോയി കൊടുത്ത് കുടിക്കും. വയ്യ. എന്താ മനുഷ്യ? എടി, നീ ചായ തരണണ്ട. എന്തൊട്ടാടി ഉണ്ടാക്കി വെച്ചാണ്? ചായയാണിത്, എറവെള്ളം ഇത്. ഒന്ന് കുടിച്ചു നോക്കിയാ നീ. ആ ചായക്ക് ഇപ്പൊ എന്താ ഒരു കുഴപ്പം? നീ കുടിച്ചു നോക്കടി, എന്താ കുഴപ്പമെന്ന്. ഇത്രയും വർഷമായിട്ട് ഞാൻ തന്നെയല്ലേ ചായ ഇട്ടുന്നത്. അപ്പോഴൊന്നും ഉണ്ടാവാത്ത കുഴപ്പം ഇപ്പൊ എന്താ? നീ ആരോടാണ് ഈ സംസാരിക്കണത്? നീ 10 രൂപ വേല എടുത്ത് കിട്ടാൻ തുടങ്ങിയപ്പോഴല്ലേ നിനക്ക് ഈ അഹങ്കാരം എന്നോട്? ഞാനിവിടെ അന്തസ്സായി ജോലി ചെയ്ത് കഴിഞ്ഞു വന്ന് കുറച്ചേരം വിശ്രമിക്കാൻ വേണ്ടി ഇരുന്നപ്പോ ഞാൻ മൊബൈൽ പിടിച്ചിരുന്നു പറഞ്ഞിട്ട് നിങ്ങൾക്ക് അസൂയ. നീ വിശ്രമിക്കണ? നീ ആ കൊച്ചിന് വല്ലതും പറഞ്ഞു കൊടുക്കണ്ട. ഈ കുടുംബത്തെ അടുക്കള കിടക്കണ കോലം കണ്ട നീ ആ പാത്രങ്ങൾ കഴുകി വെച്ചിട്ടുണ്ടാ? ഇവിടെ വല്ല ഭക്ഷണം കഴിക്കാനുണ്ടാ? നിന്റെ എപ്പോഴും 24 മണിക്കൂർ നീ ഇതിൽ ചാറ്റിക്കൊണ്ടിരിക്കാൻ. അപ്പൊ എനിക്ക് മാത്രം ചാറ്റ് ചെയ്യാൻ പാടില്ലാത്തുള്ളൂ, നിങ്ങൾക്ക് എപ്പോഴും ആവാലോ. എടി, ഫോൺ ആവശ്യത്തിനാണ് ഉപയോഗിക്കണം. ഞാൻ ആവശ്യത്തിന് തന്നെ ഉപയോഗിക്കുന്നത്. ഞാൻ ഓഫീസിൽ പോയിരിക്കുമ്പോഴൊന്നും മൊബൈൽ എടുത്ത് യൂസ് ചെയ്തില്ലല്ലോ. നിന്റെ ആവശ്യം എനിക്കറിയാം. ഞാൻ കിടന്ന് ഉറങ്ങി കഴിയാൻ നേരത്ത് നീ സെൽഫി എടുത്ത് അയച്ചു കൊടുക്കണം. ആർക്കാടി നീ അയച്ചു കൊടുക്കണം? ആഹാ,
അപ്പൊ അത് ശരി 12 വർഷമായിട്ട് നിങ്ങൾ പാത്ത പതിക്ക് 12 മണിക്ക് ശേഷം പോയി ആർക്കും മനുഷ്യ സെൽഫി എടുത്ത് അയച്ചു കൊടുക്കുന്നേ ഇതൊന്നും ഞാൻ കാണില്ലാന്ന് വിചാരിക്കാം. നീ അപ്പൊ എന്റെ പുറകെ എന്നെ ചെക്ക് ചെയ്യാൻ നടക്കണല്ലേ? പിന്നെ ഞാൻ നിങ്ങളെ പുറകെ നീ എന്റെ പകരത്തിന് പകരം ചെയ്തോടി. നീ എടി ഞാൻ പറയണ കേട്ട് അനുസരിച്ച് അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ പറ്റുമെങ്കിൽ നീ ഈ കുടുംബത്തിൽ ജീവിച്ചോ, അല്ലെ നീ പൊയ്ക്കോ. എന്നെ കൂടെ കെട്ടിച്ചു കൊണ്ടുപോകുന്നത് നിങ്ങളുടെ ഒരാളുടെ കാര്യം നോക്കാൻ വേണ്ടി മാത്രം. എന്നിട്ട് എന്നോട് വന്ന് നിങ്ങളുടെ അച്ഛന്റെ നിങ്ങളുടെ അച്ചാച്ചന്റെ അച്ഛമ്മയുടെയും കുഞ്ഞമ്മയുടെയും പൊടി എല്ലാവരുടെയും പണിയെടുത്ത് എന്നെ കൊല്ലായിരുന്നു. നീ ഒരുപാട് പണി ഇവിടെ എടുക്കണ്ട. നീ ഇവിടെ എടുക്കുന്ന പണിയൊക്കെ എനിക്കറിയാം. മോള് മിണ്ടാതിരിക്കും. നീ എന്റെ അമ്മനെ ഇവിടെ ഇട്ട് പണിയെടുപ്പിച്ച് കൊന്നില്ല. പണിയെടുപ്പിച്ച് കൊന്നത് ഞാനല്ല മനുഷ്യൻ. നിങ്ങളുടെ തന്തയുടെ നീ ഇങ്ങനെ കുന്തം വിഴുങ്ങിയ പോലെ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് കുറച്ച് വൈകി പോയെന്ന് ഞാൻ പറയുള്ളൂ. എന്താ മണ്ടു നീ പറയണ്? നീ എരുതിയിൽ എണ്ണ ഒഴിക്കല്ലേ? അവളെ കാര്യം പറഞ്ഞു മനസ്സിലാക്കിട്ടാണ് പറഞ്ഞു വിട്. കണ്ടവന്റെ തല്ലുകൊള്ളാൻ വേണ്ടിട്ടല്ല ഞാൻ വളർത്തി വലുതാക്കിയത്. അങ്ങനെ ഒരു കാരണവും ഇല്ലാണ്ട് വെറുതെ അങ്ങോട്ട് തല്ലു. അമ്മ ചായയിൽ ശക്കലം പഞ്ചസാര കൂടി പോയാനോ അയാൾ എന്നെ തല്ലിയത്. നീ അവനെ ആദ്യമായിട്ട് ചായ ഉണ്ടാക്കി കൊടുക്കുന്നല്ലോ. അവൻ എത്ര മധുരം വേണമെന്ന് എനിക്കറിയില്ലേ? കുറച്ച് പഞ്ചസാര കൂടി പോയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൂടിയെങ്കിൽ അവനോട് സോറി പറയാ. എന്നിട്ട് രണ്ടാമത് അവന് പാകത്തിന് മധുരമുള്ള ചായ കൊടുന്നു കൊടുക്കുക. നിങ്ങൾ ഇവിടത്തെ കാര്യം തന്നെ ഒന്ന് ആലോചിക്കും. നിങ്ങൾക്കൊരു ചായ വേണം, നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ പോയി ചായ ഇട്ട് കുടിക്കും അല്ലേ? ഒരു മീൻകറി വേണം, എന്ത് ചെയ്യും? കടയിൽ പോയി മീൻ മേടിച്ചു കൊടുന്ന് നേരാക്കി ഞാൻ കറി വെക്കും. ആര് കറി വെക്കും? ഞാൻ കറി വെക്കും. നിങ്ങൾക്ക് പുറത്തേക്ക് പോണം. ആരാ നിങ്ങളുടെ ഷർട്ടൊക്കെ തേക്കാറ്? അതിപ്പോ എന്താ പറയാനുള്ളത്? എല്ലാം ഞാൻ തന്നെയല്ലേ ചെയ്യണേ. അല്ലേ? അപ്പൊ പിന്നെ അവനൊരു ചായ ഉണ്ടാക്കി കുടിച്ച എന്താന്നേ കയ്യില് വളം ഊരി പോവല്ലോ. അമ്മേ, അച്ഛനെ പോലെ ഒരു ഭർത്താവിനായിരുന്നു ശരിക്കും ഞാൻ ആഗ്രഹിച്ചത്. അത് ശരിയാ, എനിക്കൊരു തെറ്റ് പറ്റിയതാണ്. എന്നെ പോലെ പണിയും കൂലിയൊന്നും ഇല്ലാതെ ഒരു പെൺകോന്തനെ കെട്ടിച്ചെന്നാ മതിയായിരുന്നു. ഇതിപ്പോ പറ്റിപ്പോയില്ലേ? നീ ഒന്ന് ചെല്ല്. നീ പോവരുത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ പറഞ്ഞ പോലെ കേട്ടില്ലെങ്കിണ്ടല്ലോ. കേട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ എങ്ങടെങ്കിലും ഇറങ്ങിപ്പോവും. ഞാൻ എങ്ങടെങ്കിലും ഇറങ്ങിപ്പോയാ നീ മൂക്കൊണ്ട് ക്ഷാ വരയ്ക്കുമ്പടെ. പിന്നെ ഇവിടുത്തെ പണികളും കാര്യങ്ങളൊക്കെ ആരാ നോക്കുക? ഇവിടുത്തെ പണിയൊക്കെ ചെയ്യാമെങ്കിൽ ഇവിടെ നിന്നാ മതി. നിങ്ങൾ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇവിടെ തന്നെ നിന്നാ മതി, എങ്ങോട്ടും പോണ്ട. അതെ, അങ്ങോട്ട് പോണ്ട, അവരിങ്ങോട്ട് വരുന്നുണ്ട്. ആവശ്യമില്ലാതെ വാ തുറന്ന് അറിയാലോ എന്നാ. അല്ലെങ്കിൽ ഈ വീട്ടിൽ എനിക്കൊന്നും പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലല്ലോ. വരൂ വരൂ. അതെ, ഒരു കസാര എടുത്താ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഇവിടെ ഇരിക്കാം. കൊച്ച് ഉറങ്ങാച്ച, വിളിക്കാം. ഓളെ സുലോചനെ, നീ അവനുമായിട്ട് വഴക്കുണ്ടാക്കി ഇങ്ങോട്ട് ഇറങ്ങി പോന്നപ്പോ ഞാൻ തടയാഞ്ഞത് 2 ദിവസം കഴിയുമ്പോ ആ പിണക്കം കഴിഞ്ഞത് തിരിച്ചു വരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. ഇത് പാലിച്ചൊന്നായില്ലേ? എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അല്ല, ഇന്നിപ്പോ അവളും കുട്ടിയും കൂടി അങ്ങോട്ട് വരാതിരിക്കായിരുന്നു. അല്ല, വന്നില്ല. അതെന്താ മണ്ടോതിരിയമ്മ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? കുട്ടികൾക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയാ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നമ്മളല്ലേ? അല്ലെ, എന്താ തെറ്റെന്താ? ചായയിൽ പഞ്ചസാര ഇട്ടതോ? അതാണ് എന്റെ മോളുടെ തെറ്റ്. അതിനാണ് അവൻ തല്ലിയത്. ആണുങ്ങൾക്ക് ദേഷ്യം പിടിക്കുമ്പോ ചെറുതായിട്ടൊന്ന് തല്ലിയതൊക്കെ വരും. അത് സ്ത്രീകളായാൽ നിങ്ങൾ വേണ്ട ക്ഷമിക്കാൻ. ആണുങ്ങൾക്ക് ദേഷ്യം വരുമ്പോ തല്ലും. അതൊക്കെ ആ കുടുംബത്തില്. ഈ കുടുംബത്തിൽ നടക്കൂല. അത് ഇവിടെ നേരം മറച്ചാ. അതെ, ഒരടി കിട്ടിയപ്പോ ഇങ്ങോട്ട് ഇറങ്ങിപ്പോരാ. അങ്ങനെയാണെങ്കിൽ ഈ അച്ഛൻ ഈ വീട്ടിൽ നിന്ന് എത്ര പ്രാവശ്യം ഇറങ്ങിപ്പോണം? ഞങ്ങളൊരു വഴക്കിനും വക്കാണത്തിനും ഒന്നും വന്നല്ല. ഇനിയിപ്പോ നമ്മൾ അതൊക്കെ പറഞ്ഞ് നാറ്റിക്കാനും നിൽക്കണ്ട. ഉണ്ടായത് എന്തെങ്കിലും ആവട്ടെ.
മോളിപ്പോ തൽക്കാലം മോളെ വിളിച്ചിട്ട് കൊണ്ട് വാ, നമുക്ക് വീട്ടിലേക്ക് പോകും. അത് നടക്കില്ല എന്നാ ഞാൻ പറഞ്ഞു. എന്ത് വിശ്വസിച്ചാ ഞാൻ ഇവിടെ അങ്ങോട്ട് അയക്കേണ്ടത്? നിങ്ങൾ എത്ര നിസ്സാരമായിട്ടാ പറയണത് എന്റെ മോളെ തല്ലിയത്. ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടാവും, മനുഷ്യന്മാരല്ലേ, ദേഷ്യം വരുമ്പോ ചിലത് സംഭവിച്ചു പോവും. അതാ ഞാൻ ചോദിക്കണേ, നിങ്ങളുടെ മോന് ദേഷ്യം വരുമ്പോ നാളെ ഇവിടെ കൊന്നളഞ്ഞ ഞാൻ ആരോട് ചോദിക്കുന്നേ? മണ്ടോതിരിയപ്പോ നിങ്ങള് വല്ലാതെ കാട് കയറി ചിന്തിക്കാൻ. ഞാൻ ചിന്തിക്കും. ഇതൊരു കുടുംബജീവിതമാണ്, അതും കൂടി നിങ്ങൾ മനസ്സിലാക്കിയോ? അത് മനസ്സിലാക്കിയിട്ട് തന്നെ ഞാൻ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. അവർക്കൊരു കുട്ടിയുണ്ട്. അതെ, കുട്ടി ഉണ്ടെങ്കിൽ കുട്ടിയെ നോക്കും, മോളെ നോക്കും, എല്ലാരും നോക്കും. ഇവിടെ നിന്നോട്ടെ. അവക്കേ നല്ല അന്തസ്സുള്ള ഒരു ജോലിയുണ്ട്, അവള് ജീവിച്ചോളൂ. അങ്ങനെ വരട്ടെ. എന്റെ മോൻ ഇത്ര നാളെ അധ്വാനിച്ചു കൊണ്ടുവന്ന് കുടുംബം നോക്കിയപ്പോ ഒരു കുഴപ്പമുണ്ടായില്ല. അപ്പൊ അവൾക്കൊരു ശമ്പളം കിട്ടാൻ തുടങ്ങി. ആ ശമ്പളം പിടുങ്ങാനുള്ള സൂത്രങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അമ്മ പിന്നെ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി സ്ത്രീധനം ഞങ്ങൾ അങ്ങോട്ട് തന്നിട്ടുണ്ട്. സ്ത്രീധനത്തിന്റെ നക്കാപ്പിച്ച കേസ് പറഞ്ഞ് നിങ്ങൾ വർത്താനം ഉണ്ടാക്കരുത്. ജോലിയുള്ള ആൺകുട്ടികളാകുമ്പോ അത്യാവശ്യം സ്ത്രീധനം മേടിച്ചിട്ട് തന്നെയാണ് കല്യാണം കഴിക്കാൻ. അത് നാട്ടു നടപ്പാ. പിന്നെ അന്തസ്, നിങ്ങളുടെ മോനെ എന്ത് അന്തസ്സുണ്ട്? അന്തസ്സുള്ളവനാണെങ്കിൽ ഈ പണി കാണിക്കും അവൻ. അല്ല, ഇത്രയും നേരം ഞാൻ നിങ്ങളോടൊരു മാന്യമായിട്ടാ സംസാരിച്ചത്. ഇനി നിങ്ങൾ വെറുതെ വഷളാക്കാനുണ്ടാൽ നിങ്ങളുടെ കയ്യിൽ ഒരു പെൺകുട്ടിയാ, അത് നിങ്ങൾ ഓർത്തോ. എന്റെ മോനെ ഇഷ്ടം പോലെ പെൺകുട്ടികളെ കിട്ടും. പിന്നെ ഇഷ്ടം പോലെ പെൺകുട്ടികള്. ഇവളൊരു പെൺകുട്ടിയാണെങ്കിൽ അവൾക്ക് സൗന്ദര്യമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, ചെറുക്കന്മാർ ഇവിടെ ക്യൂ നിൽക്കും. മോളെ, നിന്റെ തള്ളക്ക് വിവേകം ഇല്ലാന്ന് വിചാരിച്ചിട്ട് നീ അതുപോലെ ആവണ്ടോ. നീ എന്റെ മോന്റെ കുട്ടി കയ്യിലുള്ള ഒരാളാ, അത് മനസ്സിലാക്കിയോ? ഇവിടെ പെട്ടുപോവും. ഞാൻ പറയണത് നീ മനസ്സിലാക്കിയോ? നിനക്കിപ്പോ പോണോന്ന് അവക്ക് വരണ്ട. ആ വരണ്ട എങ്ങനെ വരിക? നിങ്ങളുടെയൊക്കെ സ്വഭാവല്ലേ പഠിപ്പിച്ചു വിട്ടേക്കണത്. അങ്ങോട്ട് വളർത്തിക്കോ. ഇപ്പൊ മനസ്സിലായല്ലോ. ഈ ജാതി സാധനങ്ങൾ കൊണ്ടാണെങ്കിൽ ഇപ്പൊ നമ്മളങ്ങനെ പോകേണ്ടത്. അടങ്ങി നിക്ക് മോളെ, ഞാൻ കൊച്ചിനെ എടുത്തോണ്ട് വാ. അല്ല മണ്ടു പറയണതേ, താൻ എന്ത് കോന്തനാടോ? ഇത്ര നേരം വർത്താനം അവരിരുന്ന് പറയുമ്പോ താൻ മതില് ചാടി നിൽക്കുക. അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും മനുഷ്യ. അത് ഞാൻ പറയാം. എന്ത് പറയണേ? അതെ, അവള് ചിലപ്പോ തല്ലും. അത് തന്നെ. ആ പ്രശ്നം തന്റെ അടുത്ത് നടക്കണോ? ഞങ്ങളുടെ അടുത്ത് നടക്കില്ല. അടിച്ചു പല്ലുകൾ ഒഴിക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ ജാതി ഭാഷണത്തരം സംസാരിക്കാനല്ലേ ഞങ്ങൾ ഇവിടെ വന്നത്. ഞങ്ങൾ ഞങ്ങളുടെ മാന്യതയ്ക്ക് ഇവിടെ വന്നു വിളിച്ചു. ഇനി അവള് വരുന്നില്ല വെച്ചാൽ അവള് ഇവിടെ നിന്നോട്ടെ. ഇവിടെ സർവേക്കല് കുറിച്ചിട്ട് വരെ അവിടെ അതെ, നിങ്ങളുടെ വീട്ടിൽ ധർമ്മത്തിന് വന്നല്ല ഞങ്ങള്. അത് മനസ്സിലാക്കിയോളൂ. ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ മറുപടി തരും. മണ്ടു പറയുന്നത് കേട്ടില്ലേ? മണ്ടു പൊക്കോളും. മണ്ടു പറയുന്നത് കേട്ടില്ലേ? പോവോ? എടോ താനാണ് കൂട്ടിട്ട് പോവും. മണ്ടു ശരിയല്ല, ആള് പൊക്കോളും. ആണാണെന്നും പറഞ്ഞു കിടക്കണം. ഒരു സാമർത്ഥ്യേ എന്റെ കൊച്ചിനെ തല്ലിട്ട് വിളിക്കാമോ നേക്കണം. നീ എന്തിനാ മണ്ടു ഇങ്ങനെ ചൂടാവണ്? പ്രഷറുകൾക്ക് ബന്ധം പറ്റിയ ഞെക്ക് വയ്യ ആസ്പത്രിയിൽ കൊണ്ടുപോകാൻ. നിങ്ങളൊരു അക്ഷരം മിണ്ടരുത്. നിങ്ങളോട് മീൻ വെട്ടാൻ പറഞ്ഞിട്ട് വെട്ടിയോ നിങ്ങള്? അത് പൂച്ച ഉണ്ടായാണോ? അയ്യോ, പൂച്ചെങ്ങാനും കൊണ്ടുവരുന്നുണ്ടെങ്കിൽ എന്ത് നോക്കിക്കാ എവിടെയാത്തോട്ട്. ഈ പഠിപ്പൊന്നും വന്നിട്ട് പേപ്പറിൽ കാണുന്നില്ലല്ലോ. എന്താ അമ്മ അങ്ങനെ പറഞ്ഞ? എടി നിന്റെ ഈ പഠിപ്പും ട്യൂഷൻ പഠിപ്പും ഒക്കെ കഴിഞ്ഞാലേ 100 കിട്ടണം. എനിക്കെല്ലാം A+ കിട്ടിയില്ല അമ്മേ. A+ വലിയ സംഭവമായി പോയി. A+ കിട്ടാൻ ട്യൂഷന് പോകേണ്ട കാര്യമൊന്നുമില്ല, ഇവിടെ ഇരുന്ന് പഠിച്ചാൽ മതി. ഞാൻ ട്യൂഷന് പോയതുകൊണ്ടാ അമ്മ A+ കിട്ടിയത്. ഒന്നുമല്ല, നിനക്ക് ആ പിള്ളേരുടെ കൂടെ ചുറ്റി തിരിഞ്ഞ് നടക്കണം. അതിനാണ് നീ പോണേ, എനിക്കറിയാടി. അയ്യോ അമ്മ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞോ? പിന്നെ എനിക്കറിയാത്തല്ലേ എന്റെ മോളെ. ഡേ, നിന്നോട് ആ ട്യൂഷൻ സാർ എന്തെങ്കിലും പറഞ്ഞ? എന്തെങ്കിലും പറഞ്ഞാന്ന്? എന്നോടൊന്നും പറഞ്ഞില്ല. എന്നാ എന്നോട് അയാള് പറഞ്ഞു. അമ്മയോട് എന്താ പറഞ്ഞ? നീ ട്യൂഷൻ ഫീസ് കൊടുത്തില്ലെന്ന്. അപ്പൊ അമ്മ ഇതുവരെ കൊടുത്തിട്ടില്ലേ? അതെന്താന്നാ മോളെ, ഇന്നലെ അമ്മ അവിടെ നോട്ട് അടിച്ചായിരുന്നല്ല, പക്ഷെ ഉണങ്ങിയില്ലടി. ദേ അവിടെ വച്ചിട്ടുണ്ടോ, ഒന്ന് പോയി നോക്കി എന്റെ മോള് ഉണങ്ങിയാന്ന്. നാളെ ഇനി സാർ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് നാണം കെടുത്തു. അമ്മ എന്താ ശരിക്കും കൊടുക്കാഞ്ഞ? ഒരൊറ്റക്ക് ഇഴുക്ക് വെച്ചിട്ട് ഞാൻ തൊഴിലുറപ്പിന്റെ പൈസ കിട്ടിയില്ലടി പെണ്ണെ, പിന്നെ എവിടുന്ന് കൊടുക്കാനാണെന്ന്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നാളെ മുതൽ ഞാൻ ട്യൂഷന് പോകണ്ടാന്ന് വെക്കാം. അയ്യടി, അവള് കാത്തിരിക്കുന്നത് മുട്ടുകോൾ അടിച്ച് ഇവിടെ ഇടും. ഞാൻ പോയി പഠിച്ചു വല്ല ജോലി ഉണ്ടാക്കിക്കോണം. ഇനിയിപ്പൊ അയാൾക്ക് ഇവിടുന്ന് പൈസ കൊടുക്കുമെന്നാണ് ഞാൻ ആലോചിക്കണത്. അമ്മേ പറ. എന്റെ സ്കോളർഷിപ്പിന്റെ പൈസ ഇല്ലേ, അതെടുത്തടയ്ക്കാം. കൊറേ നാളായി ഷിപ്പ് വന്നു തുടങ്ങിയിട്ട്, ഇതുവരെ ഇങ്ങോട്ട് എത്തിയില്ലല്ലോ. ഇന്ന് എന്തായാലും വന്നിട്ടുണ്ടാവും. ഞാൻ പോയി ATM നോക്കിയിട്ട് വരാം. അങ്ങനെ നീ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും വരാം. എന്നാ അമ്മ പോയി റെഡി ആയിട്ട് വാ. എന്നിട്ട് നമുക്ക് ATM പൈസ എടുത്തിട്ട് മാഷിന് കൊടുത്തിട്ട് വരാം.
അമ്മ 1000 രൂപ വന്നിട്ടുണ്ട്. എന്നാ പിന്നെ എടുത്തോണ്ട് വാ. പക്ഷെ ഇല്ല. നീയല്ലേ പറഞ്ഞ വന്നിട്ടുണ്ടെന്ന്. അതല്ല അമ്മ, നോക്കിയേ, 532 രൂപ ബാക്കി. ബാക്കി എവിടെ? അപ്പൊ ഇപ്പൊ എന്തോരം പൈസ പോയി? അത് 468. 468 രൂപ കാണാനില്ലേ? പോയി നോക്കടി, അവിടെ എങ്ങാനും ഉണ്ടാവും. അമ്മ, അവിടെ ഒന്നും ഉണ്ടാവില്ല. മെഷീൻ അല്ലേ. എന്നാലും ഇത്രയും പൈസ ഇത് എവിടെ പോയി പിന്നെ? എന്താണ് പ്രശ്നം? അല്ല, ഇവളുടെ സ്കോളർഷിപ്പിന്റെ 1000 രൂപയെ ഇതിലുണ്ടായി. പക്ഷെ കുറച്ച് പൈസ കാണുന്നില്ലെന്ന്. എന്റെ ദൈവമേ, ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ ഇവിടെ ഇരിക്കാണ്. അതിന് നിങ്ങടുത്തുനിന്ന് ആരെങ്കിലും പറഞ്ഞിട്ട് എന്തൊരു ഭ്രാന്താണ്. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ബാങ്കിൽ പോയി ചോദിക്കും, അതാണ് നല്ലത്. ബാങ്കിൽ ചോദിച്ചാ കിട്ടോടി? ചോദിച്ചു നോക്കാം. എന്നാ പിന്നെ നടക്കും, എന്ത് കാണാൻ നിക്കണേന്. സാർ, അതാണ് അതെ, മോളുടെ സ്കോളർഷിപ്പ് പൈസ വന്ന 1000 രൂപയെ, പക്ഷെ അക്കൗണ്ടിൽ നിന്ന് 468 രൂപ കാണുന്നില്ല. എന്താണ്? ഇവളുടെ അക്കൗണ്ട് ഇവിടെ ഉണ്ട്, സ്കോളർഷിപ്പ് വന്ന അക്കൗണ്ടേ. ശരി, അതിൽ 1000 വരേണ്ടത്. പക്ഷെ ഇപ്പൊ ATM പോയി നോക്കി, അപ്പൊ അതിൽ നിന്ന് 468 രൂപ കാണാനില്ല. അതങ്ങനെ അങ്ങനെ വരാൻ പറ്റില്ല. അക്കൗണ്ട് നമ്പർ പറയും. സുലോചന അല്ലേ? ഞാനാകെ പേടിച്ചു പോയി നിങ്ങളുടെ 400 ജില്ലാ രൂപ കാണാനില്ലെന്ന് പറഞ്ഞപ്പോ. ഇത് കേസ് എന്താറിയോ, നിങ്ങളിവിടെ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യാത്ത കാരണേ അതിന് ഓട്ടോമാറ്റിക്കലായിട്ട് ഫൈനായിട്ട് കട്ട് ചെയ്ത് പോണാണ്. അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ആ കാശ് അങ്ങനെ പോയിട്ടുള്ളതാണ്. സാറ് അതെങ്ങനെ ശരിയാവും? ഇവളുടെ അക്കൗണ്ടിലെ പൈസ ഇവളോട് ചോദിക്കാതെ എങ്ങനെയാണ് നിങ്ങൾ എടുക്കണേ? എന്തൊരു കഷ്ടം. നിങ്ങൾ ബാങ്കിലാണ് വന്നിരിക്കുന്നത്, ഓർമ്മ നിങ്ങൾക്ക്? ആ ബാങ്കിലാണ്. ബാങ്കിൽ ഇവളുടെ അക്കൗണ്ടിലാണല്ലോ സ്കോളർഷിപ്പ് വന്നത്. അത് ഇവളോട് ചോദിക്കാതെ എങ്ങനെ നിങ്ങൾ എടുക്കണത്? നിങ്ങളുടെ പേരെന്താണ്? മണ്ടോതിരി. ആ മണ്ടോതിരി അമ്മ, നിങ്ങളൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. നിങ്ങൾ ഇവിടെ ഇട്ട പൈസ ഞങ്ങൾ എന്റെ കയ്യിൽ കൊണ്ടുവന്നല്ലോ, ബാങ്കിൽ ഇട്ട പൈസ അല്ലേ? അതല്ലേ ചോദിക്കണേ, ഇതൊക്കെ ഫീസ് കൊടുക്കാനുള്ളതാണെന്ന്. അതാണ് പറയണത്. ഇവിടെ ഫീസ് കൊടുക്കാനാണെങ്കിൽ ഇവിടുത്തെ ബാങ്കിന്റെ പ്രൊസീജിയർ അനുസരിച്ചിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. നിങ്ങൾ ഇട്ട പൈസ നിങ്ങൾ ട്രാൻസാക്ഷൻ കറക്റ്റായിട്ട് ചെയ്യാത്ത കാരണം, മിനിമം ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് ഫൈനായിട്ട് നിങ്ങളെ പൈസ കട്ട് ചെയ്ത് പോയതാണ്. സാർ എന്ത് പറഞ്ഞാലും എനിക്ക് ആ 468 രൂപ കിട്ടണം. നിങ്ങൾക്ക് നാളെ ഈ ജാതി 1000 ഉറുപ്പിക ഇട്ടിട്ട് 450 പോയി കണക്ക് പറയാനായിട്ട്. എന്നാ ഒരു കാര്യം ചെയ്യും, ആ 468 സാറതാ. ഈ ജാതി ആൾക്കാർ ഇപ്പോഴും ഉണ്ടോ? അപ്പൊ സാറിന് അത് പൊള്ളും, ഞങ്ങൾക്ക് ഞങ്ങളുടെ പൈസ എന്ന് പറയുമ്പോ ഞങ്ങൾക്കും പൊള്ളും. സാറിന് തരാൻ പറ്റുമോ? പൈസ എന്റെ മണ്ടോതിരി വേണം. നിങ്ങൾ പറഞ്ഞ് കേക്ക് ഇവിടെ 100 കൂട്ടം പണി എനിക്ക്. നിങ്ങളുടെ 450 കണക്ക് നോക്കിയിരിക്കലല്ലേ എനിക്ക് ഇവിടെ പണി. അപ്പൊ തരാൻ പറ്റൂല. എവിടെ നിന്ന് തരണം ഞാൻ? അത് മേടിക്കാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. എന്താ ഈ പറയുന്നത്? നിങ്ങളുടെ കാശ് ഞാൻ കട്ടുകൊണ്ടേതാണ്. അതറിയണമില്ല. വേറെ 100 കൂട്ടം പണിയെടുക്കണം ഇവിടെ. അതിന്റെ 450 ഉണ്ണി ഇതെവിടെയാണ്? ഈ കഴുതൊക്കെ ഷൂട്ടിംഗ് ആണ് വലുത്. നമ്മുടെ മനുഷ്യന്റെ തല പൊളിഞ്ഞിരിക്കുകയാണ്, അതിന് പോയിരിക്കുകയാണ്. സിനിമ ഷൂട്ടിങ്ങിന് നടക്കണം അവൻ. ഇവിടെ വരങ്ങട് ഒരു അന്തം ഒന്നുമില്ലാത്ത ആൾക്കാരെ കയറ്റി വിടുകയാണ് മാനേജറിന്റെ ക്യാബിനിലേക്ക്. മതിനി എന്താ ചെയ്യണ പണിയൊന്നും കൂടി മറന്നു പോയി. വലിയ അടങ്ങറായി വിട്ട് ബാബുത് 1.5 മണിക്കൂറാ ഞാൻ ATM മുന്നിൽ കിടന്ന് തിരിഞ്ഞളിച്ച്. ഇത് ഏടെ പോകാനുണ്ടത്? അല്ല, പൈസ വന്നിട്ടായിരുന്ന പൈസ ഇട്ട് പൈസ ഓൻ പൈസ ഇടാത്തതിന് മുമ്പ് തന്നെ ഞാൻ ATM പോയി കുറെ നേരം നോക്കി. അപ്പോഴൊന്നും വന്നില്ല. പിന്നെ അവൻ വിളിച്ചാൽ ഞാൻ അതപ്പം ഇട്ടിക്കണ്, ഇത് ധൈര്യമായിട്ട് നോക്കിയോന്ന്. പിന്നെ പോയി? അതല്ല എനിക്കും അറിയാത്ത. 3000 റുപ്യ ഓൻ ഇട്ട് നടന്നിതേ. 1.5 മാസമായി ഓൻ്റെ അടുത്ത് കടമ്പ അടിച്ചിട്ട്. അങ്ങനെ ഓനോട് പറഞ്ഞിട്ടാണ് ഇന്ന് പോട്ട്. ഇട്ട പൈസ കാണുന്നില്ലായിരുന്നാൽ ഇത് എവിടെ പോകണ്ട അടുത്ത് ശരിക്കും? നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും എങ്ങടാ പോണെന്ന്? ഇനിയിപ്പോ എന്താ കാട്ടു പോകുക? ബാങ്കിലൊന്ന് പോയാലോ? ഞാൻ ബാങ്കിൽ പോ, ആദ്യം ഹോസ്പിറ്റലിലെ കാര്യം നടക്കണ്ടേ? കാരണം ഇടങ്ങേറ്. ആടെയാണെങ്കിൽ ഒരുപാട് മരുന്നിനും ടെസ്റ്റിനൊക്കെ എത്തിയിട്ട് പെണ്ണുങ്ങൾ കാത്തിക്കുക. എന്റെ അടുത്തപ്പോ ഞാൻ കാട്ടുക. ഈ ഒരു വഴി പറ, എന്റെ അടുത്ത് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണ്ടാവൂ? ഒന്ന് തിരിച്ചു നിങ്ങള്? ഞാൻ ഒരാഴ്ചന്റെ ഗ്യാപ്പിൽ തരാം. 3 ദിവസത്തിനുള്ളിൽ കിട്ടോ? ഞാൻ അടുത്ത് മറിച്ചിട്ട് തരാം, എടുക്ക്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കയ്യിലുള്ളതും വീട്ടിലുള്ളതും കൂടി കൂട്ടിട്ടെ 125 രൂപ മതി, ഞാൻ തരാം. 125 റുപ്യ ഇതിന് മൂക്കിൽ വലിക്കാനാ? ഉള്ളതിൽ തരാൻ പറ്റുള്ളൂ.
ഞാൻ വിചാരിച്ച ഒരു 3000 റുപ്യ കയറിയിരിക്കുന്നു. 3000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ കൂട്ടുവിടാൻ പറ്റില്ല, വേറെ ആരുടെ കൂടെ പോലും. ബാബു ഒരു എന്തെങ്കിലും വഴി പറഞ്ഞോണ്ടേ. വഴി ഒരു കാര്യം ചെയ്യും, നിങ്ങളിപ്പോ ബാങ്കിലേക്ക് പോകാൻ നിൽക്കണ്ട, ആ ഫോൺ എടുത്തിട്ടെ കസ്റ്റമർ കെയർ നമ്പർ ഉണ്ടാവും ബാങ്കില്, ഓരെ വിളിച്ചാലോ? ഓർണൊന്ന് വിളിച്ചു നോക്ക്, എന്താ അവസ്ഥ അറിയാലോ. വിളിക്കേ, ഇപ്പൊ തന്നെ വിളിച്ചോ. ബാങ്ക് ഓഫ് കേരളയിലേക്ക് സ്വാഗതം. 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 ഞങ്ങളുടെ സേവനങ്ങൾക്കായി 1 അമർത്തുക. കൂടുതൽ വിവരങ്ങൾക്കായി 2 അമർത്തുക. സംശയ നിവാരണത്തിനായി 3 അമർത്തുക. കസ്റ്റമർ കെയറിലേക്ക് വിളിച്ചതിന് നന്ദി. നന്ദി. എന്തൊക്കെ നമ്മൾ ഉപയോഗിച്ചേ പറയാത്? 1 2 3 പഠിപ്പിച്ചില്ലേ, അതിനായിരിക്കും നന്ദി. എന്തൊരു കഥയാണ്. അതാ മെസ്സേജ് നോക്ക്, ഉണ്ടോ? അപ്പൊ വിളിച്ചിട്ട് കായ് പോയതുണ്ടോ? ഉള്ള കായ് എങ്ങനെയും പോയി. എന്തൊക്കെ ഇപ്പൊ ഇതിന്റെയൊക്കെ നിലപാട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പൈസ പോയത് പക്ഷെ എന്തൊരു ഇടങ്ങറ്. ഇനിയിപ്പോ എന്താ കാറ്റപ്പോ നോക്കാൻ ബാങ്കിൽ പോയി ചോദിക്കുക, അപ്പൊ അവരുടെ മിസ്റ്റേക്ക് ആയിരിക്കുള്ളൂ, തിരിച്ചു കിട്ടും, കാര്യം നടക്കണ്ടേ. അവിടെ നേരിട്ട് എടുക്കാമല്ലോ, എഴുതി കൊടുത്താൽ മതി. എഴുതി കൊടുത്താൽ മതി. ഇജ്ജ് പോരണോ? പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ട് വിശക്കണത്. ഞാൻ പോയിട്ട് വരാം. പോയിട്ടോ. എന്തൊരു കഥയാണ് റബ്ബേ. അസ്സലാമു അലൈക്കും. ഹലോ ബോസ്, ഇടത്തെ കുമ്പിട്ടിക്കണേ. അസ്സലാമു അലൈക്കും. മാനേജറല്ലേ? ബാങ്കിലെ മാനേജറല്ലേ? ഞാൻ ഇവിടുത്തെ അസിസ്റ്റന്റ് മാനേജറാണ്. എന്താണ് കാര്യം? ശരിക്കുള്ള മാനേജർ ലീവാ. നിങ്ങളുടെ ആവശ്യം എന്താണ് അത് പറയും. കംപ്ലൈന്റ് പറയാനാണ്. പറഞ്ഞോ. നമ്മളെ ഒരു മൊയ്തു, എന്റെ അമ്മായിമ്മ സുഖയിലേണ്ട കാസലിറ്റിയിലാണ്, ശ്വാസമുട്ടലൊക്കെ ആയിട്ട് 3 ദിവസമായിട്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ് ഈ പറഞ്ഞോളി, അല്ലാതെ ഇതൊന്നും ഞാൻ കേൾക്കേണ്ട കാര്യമല്ലോ. അല്ല, അതിലേക്കാ പോണേ. അപ്പൊ എനിക്ക് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടേ. കാര്യത്തിലേക്ക് പ്രശ്നം എന്താണ്? അപ്പൊ സുക്കൂർ, നമ്മളെ ചെങ്ങായി സുക്കൂറിന്റെ ഓഎനിക്ക് കുറച്ച് കായ് കടം തരാണ്ടേ. അപ്പൊ അവനോട് ഞാൻ ഈ സംഭവമൊക്കെ പറഞ്ഞപ്പോ ഒന്ന് കായിടാ, ഈ ATM നിർത്തോന്ന് പറഞ്ഞു എന്നോട്. ഇപ്പോഴത്തെ കുഴപ്പം എന്താണ്? ഇപ്പത്തെ കുഴപ്പം എന്താ വെച്ചാല് ഓൻ കായ് ഇട്ടെന്ന് എന്നെ വിളിച്ചു പറഞ്ഞു. രാവിലെ കുറെ ഞാൻ പോയിട്ട് ATM നോക്കി, ATM കിട്ടിയില്ല. അവസാനം ഓൻ പറഞ്ഞു ഇപ്പൊ ഇട്ടിക്കണ്, ഇജ്ജ് എടുത്തോന്ന് പറഞ്ഞു. എടുത്തോന്ന് പറഞ്ഞ് ഞാൻ കാർഡ് ഇട്ട് എടുത്തപ്പോ അതിന്റെ അകത്ത് കായില്ലാന്ന്. അങ്ങനെ ഓട്ടെന്ന് പറഞ്ഞ് നമ്മള് എടുക്കുമ്പോ കായില്ലാന്ന് എഴുതി കാണിക്കുക. അതെന്താ അങ്ങനെ വരുന്നത്? പേര് മൊയ്തു MC. അക്കൗണ്ട് നമ്പർ അക്കൗണ്ട് നമ്പർ പിന്നെ 26 അവസാനത്തെ 26 17 30. എന്താ പാത്തുക? അല്ലോ അത് പെണ്ണുങ്ങളുടെ എന്റെ പറഞ്ഞുതരാ. ഒറ്റ മിനിറ്റ് ഇവിടെ ഉണ്ട്. 16 00 വെട്ടിക്കാളി. 0 മാച്ചാളി. അതല്ല 0 അല്ല, അത് മാച്ചാളി. നിങ്ങൾ മായ്ക്കാൻ പറയും, നിങ്ങൾ മായ്ക്കില്ല. പിന്നെ ഞാണ്ട് മാച്ചപ്പോ എന്തൊക്കെ കാണിക്കുന്നത്? അത് ശരിയാക്കി കുറച്ച് നീ കാര്യം പറഞ്ഞാൽ ഞാൻ 16 ഒരു 0 ഉള്ളേ. ഒരു മിനിറ്റ് അതിന്റെ മുകളിലൊക്കെ കൊണ്ടത് കൈയിട്ട് തട്ടിട്ട് 16 0 0 ഇല്ല, ഒരു 0 ഉള്ളൂ. 16 0 99 അതിൽ നോക്കി അതിലുണ്ടാവും. മൊയ്തു എത്ര കായുണ്ട് നോക്കി. എത്ര കായി? 638. 638? ഈ 638 റുപ്യ ലിറ്ററാണ് നിങ്ങൾ 3000 എടുക്കാൻ നോക്കിയത്. അല്ല, ഈ 3000 ഇട്ടുണ്ടെങ്കിൽ അത് ഇവിടെ കാണിക്കൂലേ? അതിന്റെ നോക്കി നിങ്ങള്. അതിവിടെ നിങ്ങൾ ഇട്ട പൈസ കാണുന്നത്. അതാ നോക്കി. അതാ കണ്ടോളൂ. ഇതാ 3000 റുപ്യ വന്നിട്ടുണ്ട് ഇവിടെ. എത്ര മണിക്ക്? അത് 1 മണിക്കാണ്. പോയി. ഈ 3000 റുപ്യ പോയി. 3000 റുപ്യ എവിടെ പോകാനാണ്? അത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. അതാണ് നിങ്ങൾ ഇവിടെ അക്കൗണ്ട് ചേർന്നിട്ട് ഒരു പോക്ക് അങ്ങോട്ട് പോയിരിക്കുകയാണ്. ഇതൊരു ബാങ്കാണ്, ഇവിടെ ട്രാൻസാക്ഷൻ നടക്കണം. എന്നിട്ട് അതാണ് നിങ്ങളുടെ 3000 റുപ്യ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് അതും നോക്കി ഇരിക്കല്ല ഞങ്ങളിവിടെ. ഒന്നില്ലെങ്കിൽ മിനിമം ബാലൻസ് നിങ്ങൾ കീപ്പ് ചെയ്യണം, അല്ലെങ്കിൽ അതിന് സർവീസ് ചാർജ് ഇങ്ങനെ കട്ട് ചെയ്ത് പോകും. സർവീസ് ചാർജ് കട്ട് ഇപ്പൊ നിങ്ങളെ പൈസ ഇവിടെ ഫണ്ട് ഉണ്ടായിരുന്നില്ല, ക്യാഷ് വന്നു പറഞ്ഞാൽ സർവീസ് ചാർജ് കംപ്ലീറ്റ് ഇങ്ങോട്ട് എടുത്തു. മുഴുവൻ എടുത്തു. അതാണ് ഉണ്ടായിട്ടുള്ളത്. അതിന്റെ ബാക്കി അതിന്റെ ബാക്കി ഇപ്പൊ 638 റുപ്യ ഉണ്ട്. എന്തൊരു കഷ്ടാണ് റബ്ബേ ഇത്. അയ്യോ ഇതെന്താ ഈ കാണിച്ചിരിക്കുന്നത്? എന്താണ് ഇതെന്താ നിങ്ങൾ ATM കാർഡ് ഇട്ടിട്ട് ചീട്ട് കളിച്ചിരിക്കുകയാണ് മനുഷ്യരില്. സംഭവം 17 പ്രാവശ്യമാണല്ലോ നിങ്ങൾ ATM കാർഡ് ഉപയോഗിച്ചിരിക്കണം. മനുഷ്യ പ്രാന്താണ് നിങ്ങൾക്ക്. ഇതെന്താ നിങ്ങൾ നോക്കി കായിണ്ടോ നോക്കിയതാണ്. 67 പ്രാവശ്യം കിട്ടണ്ടേ? ഞാൻ പറഞ്ഞില്ല, അമ്മായിമ്മ ആശുപത്രി കിടക്കല്ലേ, മരുന്ന് മേടിക്കാൻ ഡോക്ടർ പറഞ്ഞപ്പോഴാണ് ഇവരോട് പൈസ ഇടാൻ പറഞ്ഞ് ഞാൻ വന്ന് നോക്കണത്. 11 മണി മുതൽ ഞാൻ എന്റെ മുമ്പിലാ.
നിങ്ങൾ ഈ നിൽക്കുന്നവർക്ക് വേറെ ക്യൂല് ആളൊന്നും ഉണ്ടായിരുന്നില്ല. ഇല്ല, കാലി- 67 പ്രാവശ്യം ഇങ്ങനെ ഇട്ട് വലിക്കുമ്പോ അല്ലേ അവിടെ ആരും ഉണ്ടായില്ല. നിങ്ങൾക്ക് ഒരു കാര്യം കേൾക്കണം. എന്താണ്? അതാ കേട്ടോളൂ. 5 പ്രാവശ്യമാണ് മാസത്തിൽ ഉപയോഗിക്കാൻ പറ്റുള്ളത് ഫ്രീ ആയിട്ട്. കിട്ടിയമോ? ആ പിന്നെ അത് കഴിഞ്ഞിട്ട് ഉപയോഗിക്കണ സർവീസ് ചാർജ് അങ്ങോട്ട് കൊടുക്കണം ബാങ്കിന്. പഠിച്ചപ്പ എത്ര ആയി? എത്ര കാര്യമാണെങ്കിൽ അത്ര 67 പ്രാവശ്യം അതാ ഇട്ട് വലിച്ചിരിക്കുകയാണ്. അതിനൊക്കെ വായു പിന്നെ അല്ലാണ്ട് എന്തടങ്ങാറാണ് ഇതൊക്കെ. മലയാളത്തിൽ എഴുതിച്ചു തുടങ്ങാൻ അതിന്റെ മുന്നില് എന്തിനു പിന്നെ മലയാളത്തിൽ വേറെ എഴുതി വെക്കണം? ഈ കാർഡ് അപേക്ഷിക്കുമ്പോൾ കുറെ ഫോം ഒക്കെ ഒപ്പിട്ട് കൊടുക്കണല്ലോ. അതൊക്കെ ഇംഗ്ലീഷിലല്ല മനുഷ്യൻ. ഇത് ആർക്കും എല്ലാവർക്കും ഇംഗ്ലീഷ് മനസ്സിലാവണത്. സാധാരണക്കാർക്ക് നിങ്ങൾ ചെയ്യുന്ന വലിയ കഷ്ടട്ടോ ഇതൊക്കെ. നിങ്ങൾ ബാങ്കുകാരിൽ പോയി അന്വേഷിക്കുക. അല്ലാതെ ഇവിടെ മാനേജറിന്റെ അടുത്ത് വന്നിട്ട് നിങ്ങൾ തിക്കുന്നായിരിക്കും കാര്യം. പിന്നെ അവിടുത്തെ ചോദിക്കുമ്പോ നിങ്ങളുടെ അടുത്ത് വന്ന് ചോദിക്കാനാണല്ലോ പറഞ്ഞേ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കാശ് കാണാതെന്ന് പറഞ്ഞ അതിനല്ലേ ഞാൻ നോക്കിയത്. എന്തായാലും എല്ലാം കൂടി അലാക്കിന്റെ ഔലിംഗം ഞാൻ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ എന്നിട്ട് ഓളെ വിളിച്ച് ഏതോളെ കസ്റ്റമർ കെയറിൽ ഒരു പെണ്ണുങ്ങളുണ്ടല്ലോ അവരോട് വർത്താനം പറയണേ. ഓളെ വിളിച്ചപ്പോൾ അത് വേണമെങ്കിൽ 1 കുറ്റി മറ്റേ പണി 2 കുറ്റി എന്ന് പറഞ്ഞിട്ട് കൽപ്പിച്ച് പിരാന്ത് പോകുന്നത്. ഞാൻ മൊബൈലായിട്ട് ഓഫാക്കിയപ്പോ മെസ്സേജ് വന്നിട്ട് അതിനും പോയിക്കണ് കായുന്നു. ഇതെങ്ങനെ പോകല്? നിങ്ങൾക്ക് തമാശ കളിക്കാനാണ് കസ്റ്റമർ കെയർ. അത് ശരിയാ, പോക്ക് തമാശ കളിക്കുക. 1 കുറ്റി 2 കുറ്റി എന്ന് അറിഞ്ഞിട്ടില്ലേ? അത് കമ്പ്യൂട്ടറാണ്. വേറെ വിവരക്കേട് പറയല്ലേ. ഇനിയിപ്പോ നമ്മൾ ഇവിടുന്ന് എണീറ്റാൽ ഈ കുത്തിരുന്നതിനുള്ള ചാർജ് ഈടാക്കും നിങ്ങൾ ഈ നിലയ്ക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാർജ് ഈടാക്കേണ്ടി വരും. അത്രയ്ക്ക് പണി ചിറ്റിക്കണം നിങ്ങൾ. അത് ചെയ്യും നിങ്ങൾ, അതിലപ്പുറം ചെയ്യും. വല്ലാത്ത ദ്രോഹമാണ് സാറേ നിങ്ങൾ. സാധാരണ എന്ത് ദ്രോഹമാണ് നിങ്ങളോട് കാണിച്ചത് ഞങ്ങള്? പിന്നെ അല്ലാണ്ട് ദ്രോഹല്ലേ അത്? വിവരക്കേട് പറയാം. ശരി, ഞാൻ പറഞ്ഞൊക്കെ മറന്നാളികൾ എല്ലാം മാറ്റാളി. ഒരു 3000 രൂപ ലോൺ കിട്ടും എനിക്ക്, പേഴ്സണൽ ലോൺ കിട്ടോ? നിങ്ങൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് നേരില്ല. എനിക്ക് നിങ്ങളെ ബാങ്കിലേക്ക് കടത്തി വിടാനുള്ള സംസ്കാരം ഇല്ല. തരൂല. എനിക്ക് പോവാൻ നോക്കി പോവാണ് മനുഷ്യനെ പക്ഷെ നിങ്ങൾ സാധാരണക്കാരെ വിഷമങ്ങളൊന്ന് മനസ്സിലാക്കണം കേട്ടോ. അമ്മായിമക്ക് മരുന്ന് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കായ്ക്ക് നടക്കണേ. അത് ഓർത്തോളി. നിങ്ങൾക്ക് കൊണ്ട് പെരയിൽ അമ്മായിമൊക്കെ ഒന്ന് ഓർത്താൽ മതി. സാധാരണക്കാരെ വിഷമം മനസ്സിലാക്കണോ. കിട്ടിയ കായ് മുഴുവൻ പിടിച്ചു വെച്ചോളി. നിങ്ങൾ എല്ലാം പിടിച്ചു വെച്ചോളി. കൊണം പിടിക്കൂല നിങ്ങളെ ബാങ്ക്. കൊണം പിടിക്കൂല നിങ്ങളെ ബാങ്ക്. ഇടിച്ചു പോയി വീഴും നിങ്ങളെ ബാങ്ക്. നോക്കിക്കോളി. ആലാക്കില് ബാങ്ക് ഉണ്ടാക്കി വെച്ചിക്കാൻ. ഉണ്ണിയല്ല മണ്ണുണ്ണി. എന്താ ഈ ജാതി ആൾക്കാർ എവിടുന്നാ പറഞ്ഞത്? മറിമായം.